ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ കേരള PSC വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസ്, കോണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുന്നതാണ്. ഓരോ വീക്കിൽ എന്തൊക്കെയാണ് നമ്മുടെ PSC വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കമ്പനി നമുക്കൊരു 54 തസ്തികകളിൽ PSC വിജ്ഞാപനം വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് ആണ്. അതായത് ഈ ഒരു വിജ്ഞാപനം വരുന്നത് ഒരു 5 വർഷത്തിന് ശേഷമാണ്. ഏറ്റവും അവസാനമായിട്ട് വിജ്ഞാപനം നടന്നത് 2020 അതിൽ OC നിയമന നില ഏകദേശം 106 വരെ ആയിട്ടുണ്ട്. സോ ഇത് ഈ ഒരു 54 PSC വിജ്ഞാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ്. പിന്നെ ഒരുപാട് NCA നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും ഇപ്പോൾ തന്നെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. 54 നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എല്ലാ ജില്ലയുടെ റിസൾട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ജില്ലയുടെ റിസൾട്ട് വന്നതിനകത്തില് നമുക്ക് നോക്കാം. 14 ജില്ലകളിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കട്ട് ഓഫ് എന്ന് പറയുന്നത് 40.77 മുതൽ 58.1913 പല ജില്ലകളുടെ മൊത്തം. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്ന കട്ട് ഓഫ്. ഏറ്റവും കൂടുതൽ പേര് തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റിലുണ്ട്. 14,152 പേരും. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. 3,064 പേരുമാണുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് ആയിരുന്നു. ചിലയിടത്തൊക്കെ ഇച്ചിരി കൂടിപ്പോയി. എന്നാലും നമുക്ക് വയനാടൊക്കെ 46 ഉള്ളു, കാസർഗോഡ് 58, പത്തനംതിട്ട 43.336. വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റിലോ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മെയിൻ എക്സാമിനായിട്ടുള്ള പഠനം നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് തയ്യാറായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട്. വെൻഡർ സപ്പോർട്ട്, ഡെയിലി OMR ടെസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽസ്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് 99,456 പേരുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഇതിനകത്ത് നിയമനം കിട്ടില്ല എന്ന് പറഞ്ഞ് പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. ഞാൻ ഓരോ ജില്ലയിലെയും നിയമനം എത്ര ആയിട്ടുണ്ട്, ഇപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണണം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ സെക്രട്ടേറിയറ്റോടെ മെയിൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോയി നിങ്ങൾക്ക് പലവർക്കും. പിന്നെ ഇന്നലെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പൊ അതൊക്കെ പോയവർക്ക് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നന്നായി യൂട്ടിലൈസ് ചെയ്യണം. ദെൻ നമുക്ക് ഈ സിവിൽ സർവീസ് പരീക്ഷയും ഡിഗ്രി ലെവൽ പരീക്ഷയുമായിട്ട് ഈ സമയത്ത് ഒരു ഡേറ്റിൽ ഒരു ചെറിയ പ്രശ്നം വന്നു. അതായത് മെയ് 24 നടന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയ് 25 നടന്ന സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയ്ക്കും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചതിനാൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം കൊടുക്കും. അതായത് 24-നായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും 25-ന് സിവിൽ സർവീസിന്റെ പ്രാഥമിക പരീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ജില്ലകളാണെങ്കിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ പ്രിലിമിനറി മിസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും എഴുതാനായിട്ട് പറ്റും. ഇവര് ജൂൺ 28-ന് നടത്തുന്ന 2ാം ഘട്ട പരീക്ഷയോടൊപ്പം നിങ്ങൾക്ക് അവസരമുണ്ട്. പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്ന PSC ജില്ലാ ഓഫീസിലും തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ ആസ്ഥാന ഓഫീസിലും ചെന്ന് മെയ് 30-നോ അകം നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾ വഴിയോ അപേക്ഷ നൽകണമെന്ന് പറയുന്നു. അതേസമയം നിങ്ങൾക്ക് ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഡിഗ്രി പ്രിലിംസ് ഓരോ ജില്ലയിൽ തന്നെയായിരുന്നു എക്സാം സെന്ററെങ്കിൽ അവർക്ക് അവസരമില്ല. 2 ജില്ലയിലായിരുന്നു. അതായത് സിവിൽ സർവീസിന് ഒരു ജില്ല, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേറൊരു ജില്ല. അങ്ങനെ 2 ജില്ലയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടിയവർക്ക് വീണ്ടും ഒന്നും കൂടെ പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതാണ്. അതായത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ കാര്യം തന്നെയാണ്. ഡിഗ്രി പ്രിലിംസ് എക്സാം എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈമിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിലൊക്കെ എക്സാം ഉള്ളവർ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു എക്സാം ഹാളിൽ കയറുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആദ്യം അതങ്ങ് ചെയ്ത് തീർക്കണം. ഇനി അടുത്ത ഫേസിലുള്ളവരും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രിലിമിനറി എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. അതായത് ഇത് ജസ്റ്റ് നമ്മുടെ ഒരു നിങ്ങൾക്ക് ആ ഒരു മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് ക്വാളിഫൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ വലിയ മാർക്ക് ഇല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫ് അങ്ങ് ഹയറിലേക്ക് കയറി പോയില്ല. അപ്പൊ നമുക്ക് ആ കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള മാർക്ക് എങ്ങനെയെങ്കിലും കിട്ടണം.
അപ്പൊ അതിനുവേണ്ടി മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത്, അതായത് അതിനകത്തിലെ ക്വസ്റ്റ്യൻസ് അറിയാവുന്നതൊക്കെ ആദ്യം ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്തതിലേക്ക് പോകാനായിട്ടൊന്ന് ശ്രമിക്കുക. പിന്നെ നമ്മുടെ PSC കഴിഞ്ഞ ആഴ്ച വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് പ്രിലിമിനറി എല്ലാ ജില്ലയിലെയും എക്സാം നടന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ലബോറട്ടറി അസിസ്റ്റന്റ് എല്ലാ ജില്ലയിലും പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നു. അതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്കിപ്പോ പുതിയതായിട്ട് കുറച്ച് ടെസ്റ്റുകളിലൊക്കെ PSC നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അപ്പൊ അത് ഇത്ര നോട്ടിഫിക്കേഷൻ ഒരുപാട് ഉണ്ടെങ്കിലും വേക്കൻസികളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറവാണ്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ മാക്സിമം ആദ്യ റാങ്കുകളിലൊക്കെ ഉൾപ്പെടാനായിട്ടൊക്കെ തന്നെ ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. കൺസിസ്റ്റൻസി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ മുന്നോട്ട് പോവുക പഠനം. ഇനി ഈ 54 തസ്തികകളിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ, അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമുക്ക് മത്സര പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യുക. ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. പ്രാക്ടീസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും അതുപോലെ +2 നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റിനാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്ലസ് അതിന്റെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊരു PSCയുമായി ബന്ധപ്പെട്ട എന്ത് ന്യൂസ് വന്നാലും നിങ്ങളിലേക്ക് അപ്പൊ തന്നെ നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.